അങ്ങനെ യൂസുഫും കൂട്ടുകാരും ഒരുപാട് യാത്ര ചെയ്ത് അവരുടെ ലക്ഷ്യമായ മലപ്പുറത്തെത്തി. അവർ ഒരുപാട് പേരോട് ചോദിച്ച് അവസാനം അയാളുടെ വീടിന് മുമ്പിലെത്തി. പെട്ടെന്ന് തന്നെ യൂസുഫ് ചാടിയിറങ്ങി. പിറകിൽ മറ്റുള്ളവരും. യൂസുഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരുമില്ലേ ഇവിടെ? അപ്പോൾ അകത്തു നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാം. നമ്മളൊക്കെ ഇടുണ്ട്, ഇജാരാണ്? അപ്പോൾ യൂസുഫ് ആ സ്ത്രീയോട് പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകൂ. അയാളെ വിളി, ആ നാസറിനെ. അപ്പോൾ ആ സ്ത്രീ ഉറക്കെ വിളിച്ചു, ഇക്ക, ഇക്ക, ദേ നിങ്ങളെ തേടി ആരോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തു നിന്ന് ഒരു ശബ്ദം, ആരാടി അവിടെ? ദേ ഞാൻ വരുന്നു. പിന്നെ നാസർ പുറത്തേക്കിറങ്ങി. ആരാ, എന്ത് വേണം? നാസറിന് ആളെ മനസ്സിലായില്ല. അപ്പോൾ യൂസുഫ്, എന്നെ നിങ്ങൾക്കറിയില്ല അല്ലേ? ഇത് ഞാനാ യൂസുഫ്. നിങ്ങളന്ന് 8ാം വയസ്സിൽ വഴിയരികിൽ തള്ളിയിട്ട് പോയില്ലേ, ആ കുട്ടിയാ ഈ നിൽക്കണ ഞാൻ. നാസർ ഒന്ന് പേടിച്ചു. അപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ? ശരിയാണോന്നല്ല ഞാൻ ചോദിക്കുന്നത്. മറ്റൊരു വഴിയുമില്ലാതെ നാസർ സത്യം തുറന്നു പറഞ്ഞു. യൂസുഫ് നാസറിൻ്റെ അരികിലെത്തി. നാസർ ഒന്ന് പേടിച്ചു, തന്നെ തല്ലാനാണെന്ന്. എന്നാൽ യൂസുഫ് അതിനു പകരം അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ നിങ്ങളൊന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്നും പറഞ്ഞ് യൂസുഫ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. യൂസുഫ് പതിയെ കാറിന് അരികിലേക്ക് നടന്നു. പെട്ടെന്ന് വണ്ടി തിരിച്ചു തൻ്റെ നാട്ടിലേക്ക് തന്നെ. ആ സമയം യൂസഫിൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ചു, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ച് ഈ മലപ്പുറം വരെ വന്നത് ഈ വാക്ക് പറയാൻ? അത് നിനക്കങ്ങ് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ എന്ന്. അപ്പോൾ യൂസുഫ്, അങ്ങനെ ഫോണിലൂടെ പറഞ്ഞാലൊന്നും ശരിയാവില്ലടാ, അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് സംസാരിച്ചത്. ഞാൻ തല്ലണമെന്നൊക്കെ കരുതിയത്, പക്ഷേ കഴിയില്ലടാ അതിനൊക്കെ എനിക്ക്. കാരണം അയാളൊരു വയസ്സുള്ള മനുഷ്യനല്ലേ. അപ്പോൾ റിഷാൻ പറഞ്ഞു, പക്ഷെ അയാൾ നിന്നോട് ചെയ്തതോ? നീ അന്നൊരു ചെറിയ കുട്ടിയല്ലായിരുന്നോ? എന്നിട്ടും അയാൾക്ക് ഇത്തിരി പോലും മനസ്സാക്ഷി ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നീ വേണ്ടായിരുന്നു യൂസുഫ്, ഒരു തല്ലും കൊന്ന് നീ നൽകണമായിരുന്നു. അപ്പോൾ യൂസുഫ്, മതിയടാ, മതി, നിർത്ത്, ഞങ്ങൾക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. യൂസുഫിനെ അധികം വിഷമിപ്പിക്കണമെന്ന് കൂട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ വിഷയം അവിടെ വിട്ടു. പിന്നീട് അവർ നാട്ടിലേക്കെത്തി. എല്ലാവരും അവരവരുടെ വീട്ടിൽ കയറി. യൂസുഫിൻ്റെ വീട് അവിടെ നിന്ന് കുറച്ചകലമായിരുന്നു. യൂസുഫ് വീണ്ടും യാത്ര ചെയ്തു. ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടാൻ തുടങ്ങി. കൂരാക്കൊരിട്ട്. ആ സമയത്ത് ഒരു പെൺകുട്ടി കൈ കാണിച്ചു. ആ പെൺകുട്ടി, അതെ, യൂസുഫ് രക്ഷിച്ച ആ പെൺകുട്ടി. അവൾ പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി യൂസുഫിനോട് ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ഓർമ്മ പോയിട്ടില്ലെന്നും താനന്നവിടെ അഭിനയിച്ചതാണെന്നും തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും അവൾ അഭ്യർത്ഥിച്ചു. അവസാനം മറ്റു വഴികളൊന്നുമില്ലാതെ യൂസുഫ് അവളെ തൻ്റെ കാറിൽ കയറ്റുകയാണ്. അവൾ പതുക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ യൂസുഫ് അവളോട് കാര്യങ്ങൾ തിരക്കി. ആ സമയം അവൾ പറയുകയുണ്ടായി, അത് തൻ്റെ പിതാവല്ലെന്നും തൻ്റെ നാടേ ഇത് അല്ലെന്നും അയാൾ തന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്നും അതുകൊണ്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും അവൾ പറയുകയുണ്ടായി. അവർ പോകുന്ന വഴിയിൽ ഇടയിൽ പെട്ടെന്ന്